ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൊതുപ്രകടനം. വിവിധ ചാനലുകളിലൂടെ സഞ്ചരിച്ചെത്തിയ അനൗൺസ്മെന്റ് വാഹനങ്ങൾ മുന്നിലേക്ക് വരണമെന്ന് അറിയിക്കുകയാണ്. നിലവിൽ ലോക്കൽ കമ്മിറ്റിയുടെ ബാനറിന് കീഴിലുള്ള സഹാക്കളെ വരവേൽക്കണമെന്ന് പരസ്പരം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി അല്പസമയത്തിനകം ആരംഭിക്കുന്നതാണ്. സമ്മേളന നഗരിയിൽ സ്ഥാപിക്കുന്നതിനുള്ള കൊടിമരവും സമ്മേളനത്തിനായി ഉയർത്തുന്നതിനുള്ള പതാകയും ബാനറും വഹിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ കൊടിമര പതാക ബാനർ ജാഥകൾ നിലവിൽ ജംഗ്ഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പ്രക്ഷോഭ ഭൂമികയിൽ ചോരകൊണ്ട് തുടുത്ത വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI പുന്നപ്പുറയിലും വയലാറിലും കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനിയക്കുന്നിലും ചൂരനാട്ട് മുഞ്ചിയത്തും അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പ്രക്ഷോഭ ഭൂമികയിൽ ഉജ്ജ്വലമായി നേതൃത്വം നൽകിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ അല്പസമയത്തിനകം കടന്നു വരുന്നതാണ്. ഇന്നലെ ഇത് കറക്റ്റ് ചെയ്തപ്പോൾ അതിന് കുഴപ്പമാണ്. അതൊന്ന് റീഇൻസ്റ്റാൾ ചെയ്തോ. ഓറിയന്റേഷൻ കണ്ടോ. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പ്രക്ഷോഭ മുഖങ്ങളിൽ പോരാട്ട ഭൂമികയിൽ ഉജ്ജ്വലമായി നേതൃത്വം നൽകുന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വൻപിച്ച ബഹുജന റാലി. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ നിലമേൽ പട്ടണത്തിന്റെ ഹൃദയഭൂമിയിൽ നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പുന്നപ്രയിലും വയലാറിലും കയ്യൂരിലും കരിവള്ളൂരിലും കാവുമ്പായിലും മുനിയക്കുന്നിലും ശൂരനാട്ട് മുഞ്ചിയത്തും അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ സമരഭൂമിയിൽ പ്രക്ഷോഭ മുഖങ്ങളിൽ ഉജ്ജ്വലമായ നിർണായകത്വം വഹിച്ച വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനം 10 മുതൽ 13 വരെ തീയതികളിലായി നിലമേൽ ജംഗ്ഷനിൽ ചേരുമ്പോൾ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി. പ്രിയമുള്ളവരെ, ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. സമ്മേളന നഗരിയിൽ ഉയർത്തുന്നതിനുള്ള കൊടിമരവും പതാകയും ബാനറും വഹിച്ചുകൊണ്ടുള്ള ജാഥയിത നിലമേൽ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാശേഷിയിൽ കരുത്തും വിളിച്ചോടുന്ന പ്രൗഢഗംഭീരമായ ബഹുജന റാലി ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്.
പോരാട്ടങ്ങളുടെ ഇന്നലകളിൽ പ്രക്ഷോഭങ്ങളുടെ പോർമുഖങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമ്പാദന പോരാട്ടങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI മണ്ണിൽ പണിയെടുക്കുന്നവന് ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗല മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലിയുടെ പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളിൽ പോരാട്ടങ്ങളിൽ പോർമുഖങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ കരുത്തോടെ നയിച്ച വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ ഭീകരവാദ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഫാസിസ്റ്റ് വിരുദ്ധ പോർമുഖങ്ങളിൽ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ ആശയമാവേശവുമായ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കുടികളും പതാകയും ഗാനവും വഹിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലിയുടെ പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. നിലമേൽ പഞ്ചായത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ശേഷിയും കരുത്തും വിളംബരം ചെയ്തുകൊണ്ട് CPI നിലമേൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രൗഢഗംഭീരമായ ബഹുജന റാലിയുടെ പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടങ്ങളുടെ പൂർവ്വങ്ങളിൽ ജന്മിനാടുവാഴിത്ത ഭൂപ്രഭുത്വത്തിനെതിരായ പ്രക്ഷോഭങ്ങളും ഉന്നതമായ പോരാട്ടഭൂമിയിൽ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ പ്രക്ഷോഭമുഖങ്ങളിൽ കരുത്തോടെ ജയിച്ചു നിന്ന വിപ്ലവ പ്രസ്ഥാനം പ്രഭുത്വ നാടുവാരിത്വത്തിനെതിരെ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനും ഒരു ജനതയെ പഠിപ്പിച്ച ആ പോരാട്ടങ്ങളുടെ കടൽ വഴികളുടെ കരുത്തുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ട ഭൂമികയിൽ പ്രക്ഷോഭമുഖങ്ങളിൽ കരുത്തോടെ വളർന്നു നിന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനം മെയ് മാസം 10 മുതൽ 13 വരെ തീയതികളിലായി ചടയമംഗലത്ത് ചേരുമ്പോൾ നിലമേൽ പട്ടണത്തിൽ വെച്ച് നടക്കുമ്പോൾ ആ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലിയും കൊടിമര പതാക ബാനർ ജാഥകളും ഇതാ പ്രിയമുള്ളവരെ നിലമേൽ പട്ടണത്തിൽ നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ പട്ടണത്തെ അക്ഷരാർത്ഥത്തിൽ ശേഖരനാക്കി മധുക്കൊണ്ട് കടന്നു വരുന്നത് ഈ നാടുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമ്പാദന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പോരാട്ടങ്ങളിൽ പ്രക്ഷോഭങ്ങളിൽ കരുത്തോടെ ജലിച്ചു നിന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നിലമേൽ പഞ്ചായത്തിന്റെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നിലമേൽ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ശേഷിയും കരുത്തും വിളംബരം ചെയ്തുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി ഇതാ പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. നമ്മൾ കൊയ്യും വയലുകളെല്ലാം നമ്മുടെതല്ലോ പൈങ്കിളിയെ എന്ന മലയാളികളുടെ ഹൃദയഭൂമികയിൽ ചോര കൊണ്ട് ചരിത്രത്തിൽ എഴുതിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI അവകാശ സമര പോരാട്ടങ്ങളുടെ പൂർവ്വമുഖങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒട്ടനവധി പ്രക്ഷോഭങ്ങൾ കൊണ്ട് പോരാട്ടങ്ങൾ കൊണ്ട് സമ്പന്നമായ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമര പോരാട്ടങ്ങളുടെ പ്രക്ഷോഭ മുഖങ്ങളിൽ കരുത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIയുടെ 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിമര പതാക ബാനർ ജാഥകളും ഇതാ പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. നിലമേൽ പഞ്ചായത്തില് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ ശേഷിയും കരുത്തും വിളിച്ചോതിക്കൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ബഹുജന റാലി ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ ഈ നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് സംഗീതം പോലെ സൗന്ദര്യാത്മകമായ ആവേശത്തിന്റെ ഇലകടൽ തീർക്കും.
രക്തസാക്ഷികൾ സിന്ദാബാദ്. കൊണ്ടുള്ള വൻപിച്ച വിൽപ്പനകാലയാണ് ഈ വാഹനത്തിനാലെ കടന്നു വരുന്നത്. ഈ നാടുകടത്തി നഗരമടർത്തി നഗരവീതികളിൽ ആവേശത്തിന്റെ അലകടൽ സമ്മാനിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ നിലനിൽപ്പത്തിനെത്തി ശേഖരനാഥ് മാറ്റിക്കൊണ്ട് ഇതിനകത്തുണ്ടായിരുന്നല്ലേ? ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ ഈ നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. കുട്ടപ്പുറയിലും വയലാറിലും കയ്യൂരിലും പെരുന്നൂരിലും കാവുമ്പായിലും കരിയപ്പത്തിലും ശരണാത്ത് വഞ്ചിയെന്നും അവകാശ സംഭാവന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ സമരങ്ങളും ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ ആളുകളുടെ നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇടപെടൽ സമ്മാനിച്ചുകൊണ്ട് വരികയാണ്. ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിൽ ഉടമ്പടിച്ചിട്ടുള്ള ഇതിന്റെ പ്രധാന അവകാശ സംഭാവന പോരാട്ടങ്ങളുടെ ഐതിഹാസികമായ പ്രക്ഷോഭമുഖങ്ങളെ കരുത്തോടെ വളർന്ന വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐയുടെ 25ാമത് പാർട്ടി കോൺഗ്രസ് മുന്നോടിയായിട്ടുള്ള ചടയമംഗലം മണ്ഡലം സമ്മേളനം മെയ് മാസം 10 മുതൽ 13 വരെ തീയതികളിലായി നിലവിൽ നടത്തുന്നു. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ വിഭജന റാലിയും തിരുമല പതാക ബാനർ ജാഥകളും പ്രിയമുള്ളവരെ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. നാടുണർത്തി നഗരമുണർത്തി നഗരവീഥികളിൽ ആവേശത്തിന്റെ ഇലകടൽ സമ്മാനിച്ചുകൊണ്ട് ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെ കടന്നു വരികയാണ്. മണ്ണിൽ പണിയെടുക്കുന്ന പാവപ്പെട്ടവരെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐ
ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ അവകാശ സമര പോരാട്ടങ്ങളുടെ പ്രക്ഷോഭമുഖങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒട്ടനവധി സമരങ്ങൾ കൊണ്ട് പോരാട്ടങ്ങൾ കൊണ്ട് കരുത്ത് സമ്മാനിച്ച വിപ്ലവ പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിപിഐയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനത്തെ സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സഖാവ് മുല്ലപ്പള്ളി രത്നാകരൻ സംസാരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിൽ തുടക്കം കുറിച്ചുകൊണ്ടിട്ടുള്ള പതാക ബാനർ കൊടിമര ജാഥകളിൽ കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ്. സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള സഖാക്കൾ സൗകര്യാർത്ഥം ഇവിടെ ഒരുക്കിയിട്ടുള്ള കസേരകളിൽ ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വെഴുന്നല്ലൂർ സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നതരായ നേതാവ് സഖാവ് എസ് അമൃതിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കിസാൻ സഭയുടെ സംസ്ഥാന കൌൺസിൽ അംഗമായ അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്ത് കേരള മഹിളാ സംഘത്തിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് ആർ ജയന്തി ദേവി ക്യാപ്റ്റനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടറി അംഗം സഖാവ് അനീഷ് മജാനും ഡയറക്ടറുമായിട്ടുള്ള പതാക ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പതാക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിലുള്ള പതാക ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി അഡ്വക്കേറ്റ് സാങ്കേ ഡാനിയലിനെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അഡ്വക്കേറ്റ് സാങ്കേ ഡാനിയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക സമ്മേളനത്തിലുള്ള പതാക ഏറ്റുവാങ്ങുകയാണ്. ഈ സമ്മേളനത്തിൽ സ്ഥാപിക്കാനുള്ള പ്രതിഫലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ അംഗവും ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും തൊഴിലാളി വർഗത്തിന്റെ എ ഈ ജില്ലയിൽ തന്നെ പ്രമുഖ നേതാവുമായിരുന്ന സഖാവ് എം ലാൽകുമാറിന്റെ സൂര്യമണ്ഡലത്തിൽ നിന്നും AITUസിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് BKMUവിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് A മുസ്തഫ ഉദ്ഘാടനം ചെയ്ത് AITUസിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് M ബാബുരാജൻ ക്യാപ്റ്റനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ സഖാവ് G അജയ് ഡയറക്ടറുമായിട്ടുള്ള കൊടിമരമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ കൊടിമരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ
സെക്രട്ടറി സഖാവ് ഹരി നായരെ വളരെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സമ്മേളന നഗരിയിലുള്ള ഉയർത്തുവാനുള്ള ബാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കൊട്ടാരക്കര താലൂക്കിലും ചടയമംഗലം മണ്ഡലത്തിലും ധീരമായി പോരാട്ടം നൽകിയ സഖാവ് ചെറുമക്കൾ കരുണാകരൻ നായരുടെ സ്മൃതി മണ്ഡലത്തിൽ നിന്നും എളമാട് സഖാവ് MC മത്തായിയുടെ സ്മൃതി മണ്ഡലത്തിൽ നിന്നും AIYFന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് MC ഗിരികുമാർ ഉദ്ഘാടനം നിർവഹിച്ച് AIYFന്റെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് S ഷാനവാസ് കാക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് J വിക്രമൻ ഡയറക്ടറുമായിട്ടുള്ള ബാനർ ജാഥകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ബാനറുകൾ ഏറ്റുവാങ്ങുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ MLAയുമായ സഖാവ് ഡോക്ടർ ആർ ലതാദേവിയാണ്. അതിനുവേണ്ടി സഖാവ് ലതാദേവിയെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ്, ജനതാ പാർട്ടി കോൺഗ്രസ് സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തപതാക സിന്ദാബാദ്, ഇൻക്ലാബ് 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 സിന്ദാബാദ്. സകല നമ്മുടെ പൊതു സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി നായരെ ക്ഷണിക്കുകയാണ്. സകലെ നമ്മുടെ പൊതുയോഗം ആരംഭിക്കുകയാണ്. പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ വേദിയിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി, നമ്മുടെ സംഘാടക സമിതിയുടെ കൺവീനറുമായ സഖാവ് M സജീവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചടയമംഗലം മണ്ഡലം സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം അധ്യക്ഷം വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരായ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരി നായർ, നമ്മുടെ ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമന്വയ നേതാവും പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കേരളത്തിന്റെ മുൻ പ്രസിഡന്റ് മന്ത്രിയുമായ സഖാവ് മുല്ലക്കര രത്നാകരൻ, വേദിയിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് സാമ്യ ഡാനിയൽ, പാർട്ടിയുടെ സംസ്ഥാന കൌൺസിൽ അംഗവും മുൻ MLAയുമായ സഖാവ് ഡോക്ടർ ലതാദേവി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ സഖാക്കൾ PM മുസ്തഫ, അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള, നമ്മുടെ സംഘാടക സമിതിയുടെ ചെയർമാൻ സഖാവ് E സുലൈമാൻ, പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ, പ്രിയങ്കരായ സഖാക്കളെ, ഭൂജനങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സംഘടനാ സമ്മേളനങ്ങളുടെ ഭാഗമായിട്ടുള്ള ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചിട്ടുള്ള മണ്ഡലം സമ്മേളനങ്ങൾ ഈ 23 വർഷക്കാലങ്ങൾക്ക് ശേഷമാണ് നിലമേൽ പട്ടണത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചത്. വളരെ ആവേശപൂർവ്വമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലമേൽ ലോക്കൽ കമ്മിറ്റി ഈ സമ്മേളനം ഏറ്റെടുത്തത്. സമ്മേളനത്തിന്റെ എല്ലാ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ആക്രമണത്തിൽ ഇന്ത്യയിലെ പാവപ്പെട്ട 10-26 മനുഷ്യന്റെ ജീവൻ പൊലിയുകയും അതുമായി ബന്ധപ്പെട്ട 2 രാജ്യങ്ങളും തമ്മിൽ യുദ്ധം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയുടെ ക്യാമ്പയിനുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊതു ക്യാമ്പയിനുകളുമെല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെച്ചുകൊണ്ട് സംഘടനാ സമ്മേളനങ്ങളെല്ലാം പ്രതിനിധി സമ്മേളനങ്ങൾ, ഇൻഡോർ സമ്മേളനങ്ങൾ മാത്രം ഒതുക്കി നിർത്തിക്കൊണ്ട് മറ്റ് ആഘോഷ പരിപാടികളും ആഡംബര പരിപാടികളെല്ലാം ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം മാതൃകാപരമായി നടത്തണമെന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മണ്ഡല സമ്മേളനം വളരെ ബഹുജന പങ്കാളിത്തത്തോടെ എല്ലാവിധ
ഒരു സമ്മേളനത്തിന് വേണ്ട കൂടി എല്ലാവിധ ആഘോഷങ്ങളോടുകൂടി നടത്തണമെന്ന് ആലോചിച്ച് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തിന്റെയും ആഹ്വാനത്തിന്റെയും പാർട്ടി കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമ്മേളനത്തിന്റെ മറ്റ് ഇതര പരിപാടികളെല്ലാം ചുരുക്കി പാർട്ടിയുടെ ഉൾപാർട്ടി തരത്തിലുള്ള ചർച്ചകളും സമ്മേളനങ്ങളും വളരെ ഗൗരവത്തിലേക്ക് നടത്തുന്നതിനു വേണ്ടി നാളെയും മറ്റന്നാളുമായി കാനം രാജേന്ദ്രൻ നഗരത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ മറ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ പൊതുസമ്മേളനത്തിന്റെ പ്രൗഢഗംഭീരമായ മറ്റ് വാദ്യ ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി ഞങ്ങൾ ചെണ്ടമേളങ്ങളും രാജ്യമേളങ്ങളും എല്ലാം ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുത്തുകൊണ്ടിട്ടുള്ള ഒരു വലിയ ബഹുജന റാലിയിലേക്ക് പോകാതെ വളരെ ജനങ്ങളെയും രാജ്യത്തെയും രാജ്യത്തെ ദേശാഭിമാനികളെയും അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബഹുജന റാലിയും നമ്മുടെ സംഘടനാ സമ്മേളന ഭാഗമായിട്ടുള്ള കൊടിമര പതാക ബാലഗാഥകൾക്ക് ചേർന്നുകൊണ്ട് നമ്മുടെ നാളെ മുതൽ സംഘടനാ സമ്മേളനത്തിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം തുടർന്നുവെന്ന് സഖാക്കൾ പറയും എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് മാത്രമായി നിൽക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ സമ്മേളനത്തിൽ എല്ലാവിധമായ പിന്തുണയും അതുമുതൽ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുന്ന പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് ഹരീവി നായരെ ഈ സംഘാടക സമിതിയുടെ പേരിൽ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പ്രാസംഗികൻ ഇവിടെ ഇന്നലെ ഈ യോഗം നടത്തണമോ വേണ്ടമോ എന്ന് ആലോചിക്കുമ്പോഴും തൽക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനപ്രകാരം എടുത്ത് ചെറുതായി ചുരുക്കി ഈ യോഗം നടത്തണമെന്ന് നിർദ്ദേശം തരികയും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറ്റ് നടപടികളെല്ലാം നിർത്തിവെച്ച് യോഗത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. അപ്പം ഈ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങളെല്ലാം നന്നായി സംസാരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് നമ്മുടെ ബഹുമാന്യനായ കേരളത്തിന്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA ആയിരുന്ന സഖാവ് മുല്ലക്കരനാഥനെ ഒരാദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഈ സമ്മേളനത്തിൽ ഉദ്ഘാടകനായ സഖാവിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി തുടക്കം മുതൽ നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ ആർ ലതാദേവി XMLA ഒരാദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പാർട്ടിയുടെ ഈ മണ്ഡലത്തിലും എല്ലാവിധമായ നേതൃത്വം വഹിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഈ നാടിന്റെ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറും കൂടിയായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നേതൃത്വം നൽകുന്ന അഡ്വക്കേറ്റ് സാംബി ഡാനിയലിനെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് DKMUവിന്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള നമ്മുടെ ഈ സമ്മേളനത്തിൽ എല്ലാവിധമായ പിന്തുണയുള്ള മുസ്തഫയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് സഖാവ് കിസാൻ സഭയുടെ നേതാവും പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണ ഈ വേദിയിലുണ്ട്. സഖാവ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണയുടെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ ദീർഘകാലം ഈ കൊട്ടാരക്കര കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധീരമായ നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നട്ടലായിരുന്ന പ്രഭാകരൻ ആശാന്റെ സ്മാരക ഹാളിന്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയത്. ഓഗസ്റ്റ് 4-ാം തീയതി ആശാന്റെ ചരമദിനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിന്റെ മുകളിൽ വളരെ മനോഹരമായ ആശാന്റെ സ്മാരക ഹാളിന്റെ ഉദ്ഘാടനം പൂർണ്ണമായി പണി പൂർത്തീകരിച്ച ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് കൂടി ആലോചിച്ചിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടന കർമ്മം ഇന്നലെ നിർവഹിച്ച നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ അംഗവും കേരളത്തിന്റെ ജനസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രിയുമായ സഖാവ് വിജയ് ചിന്തറാണിയാണ്. ആ സഖാവ് യോഗത്തിൽ എത്തിച്ചേരും. സഖാവ് വിജയ് ചിന്തറാണിയുടെ ആദരപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ സംഘടനാ സമ്മേളനത്തിന്റെ മണ്ഡലം സമ്മേളനത്തിന്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ സഖാവ് A. സുലൈമാൻ ഈ വേദിയിലുണ്ട്. സഖാവിന്റെ ഏവരുടെയും പേരിൽ യോഗത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വമായ സ്വാഗതം രേഖപ്പെടുത്തുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് MC വിരുകുമാർ, J. വിക്രമൻ, M. ബാബുരാജൻ, അനീഷ് അയ്യാനം, സഖാവ് കവിത ശാലി, സഖാവ് അസീസാറ്, J. വിക്രമൻ അടക്കം കവിതാ ശാലിനി അടക്കം ഇവിടെ ചേർന്നിട്ടുള്ള മുഴുവൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളെയും ആദ്യം ഹൃദയപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ സംഘാടനത്തിൽ എല്ലാവരും നേതൃത്വം നൽകിയ നിലവിലെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് M. നസീർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, ബ്രാഞ്ച് സെക്രട്ടറിമാർ, പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവും ഞങ്ങളുടെ പ്രിയങ്കരമായ സഖാവ് അൽജിഹാൻ തുടങ്ങി
പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗവും സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനുമായിട്ടുള്ള സഖാവ് എസ് പ്രകാശ്, പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അംഗം സഖാവ് പി സജീവ് കുമാർ തുടങ്ങി എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് കേരള മഹിളാ സംഘത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. അതിന് നേതൃത്വം നൽകിയ കേരള മഹിളാ സംഘത്തിന്റെ നേതാക്കളുടെ ഉണ്ട്. അവരെല്ലാവരെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വൈദ്യത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ക്രിക്കറ്റ് ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫിയുടെ നൽകിയാണ്. അതിനുവേണ്ടി എയിനെ മനസ്സിലാക്കളെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിൽ എല്ലാവിധമായ പിന്തുണ നൽകുന്ന ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ, നമുക്ക് സഹായം നൽകിയ വ്യാപാരി വ്യവസായികൾ, മൈക്ക് മറ്റ് സംവിധാനങ്ങൾ നൽകുന്നവർ, പോലീസ് ഉദ്യോഗസ്ഥർ, നമ്മുടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസുമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പഞ്ചായത്തിൽ വേരോട്ടം നടത്തിയ ഈ പാർട്ടിയെ ഈ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നതിൽ ധീരമായി പോരാട്ടം നടത്തിയ 25 പാർട്ടി കുടുംബങ്ങളുടെ സഖാക്കൾ, അവരുടെ കുടുംബങ്ങളിൽ നിന്ന് അവരുടെ സ്മൃതി കുടീരത്തിൽ കൊണ്ടുവന്ന പതാകയുമായി ഈ വേദിയിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പതാക, രക്തപതാക നെഞ്ചോട് ചേർത്ത് ഏറ്റുവാങ്ങുന്നത് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ ലീലാദേവിയാണ്. സഖാവ് അഡ്വക്കേറ്റ് സാമ്യ ഡാനിയലും കൂടി ആ പതാക ഏറ്റുവാങ്ങും. നമുക്ക് ജില്ലാ സെക്രട്ടറി എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ധീരരായ നേതാക്കളായ സഖാവ് പി പ്രഭാകരൻ ആശാന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് പി എൻ ശിവരാജന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മരങ്ങാട്ടിൽ ഭാസ്കരൻ നായരുടെ കുടുംബാംഗങ്ങൾ, സഖാവ് തടിക്കാടൻ ഷാബുലിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മൂന്നൻപാറയിൽ അബ്ബാസ് സഖാവിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് കുഞ്ഞനാശാന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മുപ്പത്തുകുളം അജീത് സഖാവിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് ജനാർദ്ദൻ സഖാവിന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് മണി അതേകുളം സഖാവ് മണിയുടെ കുടുംബാംഗങ്ങൾ, സഖാവ് ഗോവിന്ദാശാന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് ശ്രീനിവാസൻ, സഖാവ് ധീരനായ പോരാളിയായ സഖാവ് ശ്രീനിവാസന്റെ കുടുംബാംഗങ്ങൾ, സഖാവ് ഗോപാലകൃഷ്ണ കുറുപ്പസാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ മണ്ഡലത്തിൽ തന്നെ കുടുംബ നേതാവായിരുന്ന കുറുപ്പസാറിന്റെ കുടുംബാംഗങ്ങൾ, ചെറുകുന്നക്കോട്ട് ഗോപാലൻ സഖാവിന്റെ കുടുംബാംഗങ്ങൾ, തേക്കൽ രാമകൃഷ്ണൻ സഖാവിന്റെ കുടുംബാംഗങ്ങൾ, ഹൈറോഡ് തേക്കുള്ള ശ്രീമാരവള സഖാവിന്റെ കുടുംബാംഗങ്ങൾ, വാഴോട് കടയിൽ ശംസുദ്ദീൻ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, സഖാവ് മുണ്ടാങ്കൽ വിശ്വനാഥ് സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, വളയിടത്തെ പൊന്നമ്മാൾ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, രാഘവൻ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, സഖാവ് പി ടി ചാക്കോയുടെ കുടുംബാംഗങ്ങളുണ്ട്, പൂവത്തൂർ ഹനീഫ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്, രാമാനുജൻ സഖാവ് അട്ടിയിൽ അവരുടെ കുടുംബാംഗങ്ങളുണ്ട്, ലക്ഷ്മൺ സഖാവിന്റെ പറയലുകൊണ്ട് തെക്കേ പറയലുകൊണ്ട് കുടുംബാംഗങ്ങളുണ്ട്, സലാഹുദ്ദീൻ സാറിന്റെ കുടിയോട്ടെ കുടുംബാംഗങ്ങളുണ്ട്, കുടിയോട്ട് സഖാവ് അബൂബക്കർ സഖാവിന്റെ കുടുംബാംഗങ്ങളുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധീരമായ നേതൃത്വം ഈ മണ്ഡലത്തിലും ഈ പഞ്ചായത്തിൽ നൽകിയ നിരവധി കുടുംബങ്ങളിലെ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ആരുടെയും പേരെടുത്ത് പോയിട്ടുള്ള എല്ലാവരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേണ്ടി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. സകല അധ്യക്ഷ പ്രസംഗമില്ല. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കേരളത്തിന്റെ മുൻ കൃഷി വകുപ്പ് മന്ത്രിയും നമ്മുടെ പ്രിയങ്കരനായ മുൻ MLA സഖാവ് മുല്ലക്കര രത്നാകരനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സാർ ദിലീപ് നായർ, ഇവിടെ വേദിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ലതാദേവിയും സാമ്യ ഡാനിയലുണ്ട്. ഈ മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുൻകാലങ്ങളിൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും നയിച്ച നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിലെ മണ്ഡലം സെക്രട്ടേറിയറ്റിലെ അംഗങ്ങളുണ്ട്. ഈ സ്വാഗത സംഘത്തിന്റെ ഭാരവാഹികളും പ്രവർത്തകരുമായിരുന്ന സഹാക്കളുണ്ട്. മണ്ഡലം കമ്മിറ്റികളുടെ അംഗങ്ങളും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരുണ്ട്. ബഹുജന സംഘടനകളുടെ ഭാരവാഹികളും മണ്ഡലത്തിലെ ജനപ്രതിനിധികളുണ്ട്. ഇവിടെ ശരി സൂചിപ്പിച്ചതുപോലെ, സജീവം സൂചിപ്പിച്ചതുപോലെ, വളരെ സങ്കീർണമായ, എല്ലാം പരിമിതപ്പെടുത്തേണ്ട ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഇന്ന് രാവിലെ വരികയുണ്ടായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആർഭാടകരമായ കാര്യങ്ങളെല്ലാം
സമ്മേളനത്തോടനുബന്ധിച്ചുള്ളത് മാറ്റിവെക്കാൻ നിർദ്ദേശിച്ചില്ല. എന്നാൽ അതിന് ആശ്വാസകരമായ ഒരു തീരുമാനം രാജ്യത്തുണ്ടായിട്ടുണ്ട്. അത് കാരണം അനുബന്ധ പരിപാടികൾ ഇനിയുള്ള സമ്മേളനങ്ങളിൽ നടത്തുന്നതിന് തടസ്സമില്ല എന്ന അറിയിപ്പുണ്ട്. നമ്മൾ പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസിലേക്കാണ് സഞ്ചരിക്കുന്നത്. അത് ചണ്ഡീഗഡിലാണ്. സെപ്റ്റംബർ മാസം 21 മുതൽ 25 വരെയാണ്. ചണ്ഡീഗഡ് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റ് സിറ്റിയാണ്. അത് യൂറോപ്യൻ സങ്കല്പത്തിൽ വളർന്നു വന്ന സിറ്റിയുടെ സ്വഭാവമാണ്. നമുക്കൊരു വീടുള്ളപ്പം വീടിന് അടുക്കള എവിടെ, ഇരിപ്പിടം എവിടെ, കിടപ്പറ എവിടെ, ഇതൊക്കെ തീരുമാനിക്കും. അതുപോലെ തന്നെയാണ് സിറ്റികൾ ഉണ്ടാക്കേണ്ടതെന്നുള്ള ഒരു ആധുനിക സങ്കല്പമാണ്. ഹോസ്പിറ്റൽ എവിടെയായിരിക്കണം, എയർപോർട്ട് എവിടെയായിരിക്കണം, റെയിൽവേ സ്റ്റേഷൻ എവിടെയായിരിക്കണം, ബസ് സ്റ്റാൻഡ് എവിടെയായിരിക്കണം, റെസിഡൻസ് ഏരിയ എവിടെയായിരിക്കണം, വ്യവസായ ഏരിയ എവിടെയായിരിക്കണം. അങ്ങനെ ഇന്ത്യയിൽ നിർമ്മിച്ച ഒരേ ഒരു സിറ്റി ഈ ചണ്ഡീഗഡ്. അവിടെ വെച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അത് സെപ്റ്റംബർ മാസം അവസാനത്തിലാണ്. സെപ്റ്റംബർ മാസം ആദ്യം ഓണം കഴിഞ്ഞ ഉടനെ ആലപ്പുഴ വെച്ചാണ് സെപ്റ്റംബർ 8 മുതൽ 12 വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. പൊന്നപ്പ വയലാറിന്റെ നാട്ടിലാണ്. അത് 40 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സംസ്ഥാന സമ്മേളനം ആലപ്പുഴ നടക്കുന്നത്. ജില്ലാ സമ്മേളനം നടക്കുന്നത് കൊല്ലത്താണ്. അത് ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 1, 2, 3 തീയതികളിലാണ്. മണ്ഡല സമ്മേളനം ഇന്നും നാളെയും മറ്റന്നാളുമായി നിലവിലാണ് നടക്കുന്നത്. ഇതിനു മുമ്പ് ഹരി പറഞ്ഞതുപോലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും പൂർത്തിയായിരുന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പർമാർക്കെല്ലാം പങ്കെടുക്കാവുന്ന ഏക സമ്മേളനം ബ്രാഞ്ച് സമ്മേളനം. അത് ജനങ്ങളുമായി തൊട്ടു നിൽക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രം ഒരുപക്ഷെ മനസ്സിൽ പേറുന്ന, അവരുടെ സ്വന്തമായ ഒരു താല്പര്യങ്ങളും ഇല്ലാത്ത മനുഷ്യരുടെ സമ്മേളനമാണ് ഈ ബ്രാഞ്ച് സമ്മേളനം. ബാക്കിയെല്ലാം പ്രാതിനിധ്യ സ്വഭാവം. അതായത് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പങ്കെടുക്കുക. അവിടെ ഇല്ലാതാകേണ്ടത് നമ്മളാണ്, ഉണ്ടാകേണ്ടത് മറ്റുള്ളവരാണ്. അതാണ് ഈ പ്രതിനിധി എന്ന വാക്കിന്റെ അർത്ഥം. നമ്മളെ ഇല്ലാതാക്കി മറ്റുള്ളവരുടെ വേദന മനസ്സിൽ കയറി രാജ്യത്തെ ജനങ്ങളെയും അവരുമായി ബന്ധപ്പെട്ട ലോകത്തിലെ സംഭവങ്ങളെയും മനസ്സിൽ കൂട്ടിയോജിപ്പിച്ച് ചർച്ച ചെയ്യുന്ന ലോകത്തിലെ ഒരേ ഒരു പാർട്ടി ലോകത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രത്യേകത. നിങ്ങളും നാളെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഒരുപക്ഷെ വേദനയോടെ ചർച്ച ചെയ്യും. കാരണം ലോകം ഇന്ന് ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ പ്രശ്നങ്ങളെ മറന്ന ഒരു ലോകമാണ്, മറികടന്ന ഒരു ലോകമാണ്. അപ്പൊ ലോകത്ത് ഏത് തെറ്റ് ചെയ്താലും ചോദിക്കാൻ ആളില്ലാത്ത ഒരു ലോകമാണ്. ഒരുപക്ഷെ ലോകത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരും കാവൽ നഷ്ടപ്പെട്ട ഒരു ലോകമാണ്. ആ ലോകത്തെ ജീവിക്കേണ്ടി വന്ന ദുര്യോഗം ഈ കാലത്ത് ജീവിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ടാണ് ലോകത്തിൽ എവിടെയും ബോംബ് വീഴാൻ, എവിടെയും മനുഷ്യർ മരിക്കാൻ, വലിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ പറ്റാത്ത ഒരു ലോകമാണ്. ചെറിയ കുറ്റങ്ങൾ ചെയ്യുന്നവരെ മാത്രം ശിക്ഷിക്കാൻ കഴിയുന്ന ഒരു ലോകമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നാട്ടുമ്പുറത്തെ കുറ്റത്തിന്, നഗരത്തിലെ കുറ്റത്തിനൊക്കെ മാത്രമേ ശിക്ഷയുള്ളൂ. ഒരു ലോക കുറ്റത്തിന് വലിയ ശിക്ഷയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യമായി എല്ലാവരും ഇപ്പോൾ ഒരുപോലെ സമ്മതിക്കുന്ന കാര്യം, ഈ ലോകത്തെ
ചില മൂല്യങ്ങളുടെ കാവൽ നിന്ന് രക്ഷിക്കാനുണ്ടായിരുന്ന ഒരു ശക്തിയായിരുന്നു സോവിയറ്റ് യൂണിയൻ. ലോകത്തിലെ സോഷ്യലിസ്റ്റ് ചേരി, അത് മുതലാളിത്തത്തിനെതിരായ ഒരു ചേരിയായിരുന്നു. അത് മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു കാവലാളായിരുന്നു. അത് പുതിയതായി സ്വാതന്ത്ര്യം നേടുന്ന രാജ്യങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു. അത് ലോകത്തിലെ കരയുന്ന മനുഷ്യന് വേണ്ടി പൊരുതുന്നവർക്ക് ഒരു ശക്തിയായിരുന്നു. അതില്ലാതെ ഇവിടെ നിങ്ങൾ ഒരുപാട് കുടുംബാംഗങ്ങളുടെ പേരെല്ലാം ഇവിടെ വായിച്ചു. ആ പേരെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നവരാണ്. പൊതുപ്രവർത്തനത്തിന്റെ മാതൃക സ്വന്തം ജീവിതത്തിൽ മറ്റേത് പ്രവർത്തനവും കുടുംബത്തിന് വേണ്ടിയുള്ള അധ്വാനവും നടക്കുമ്പോഴും അവരുടെ മനസ്സിൽ പൊതുബോധത്തിൽ അധിഷ്ഠിതമായ വളരെ ലളിതമായി മനുഷ്യരോട് സംവദിക്കാവുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. അതുള്ളവരെയാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത്. പ്രഭാകരനാശാനാണെങ്കിലും മറ്റിവിടെ പേര് വായിച്ചവരല്ല. അതിൻ്റെ നിലമേലുകാരായ എല്ലാ രാഷ്ട്രീയക്കാർക്കും എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന, അവരെല്ലാം ആദരവോടെ കാണുന്ന പേരുകളായി. അപ്പൊ അങ്ങനെയുള്ളവർ നിറഞ്ഞു നിൽക്കുകയും ലോകത്തിന്റെ വിവരങ്ങൾ കൈമാറുകയും ചെയ്താൽ മനുഷ്യൻ അക്ഷരം അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും അതൊക്കെ സ്വീകരിക്കുകയും അതിന്റെ ഭാഗമാവുകയും ചെയ്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ആ കാലം സോവിയറ്റ് യൂണിയൻ തിരോധാനത്തോടെ അസ്തമിച്ചു. ഇന്നിപ്പോ ട്രംപ് ലോകത്തിന്റെ നായകനാവാൻ നോക്കുന്നു. മോഡി ഇന്ത്യയുടെ നായകനാവാൻ നോക്കുന്നു. മറ്റു പല മുതലാളിത്ത രാജ്യങ്ങളിൽ വളഞ്ഞ വഴിയിലൂടെ വലതുപക്ഷം അധികാരത്തിലെത്തുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് നല്ലതെല്ലാം തോൽക്കുന്നത്, അല്ലെങ്കിൽ നാടിന് വേണ്ടതെല്ലാം നശിക്കുന്നത്? വർഗീയതയും വലതുപക്ഷവും എന്തുകൊണ്ടാണ് ജയിക്കുന്നത്? തീർച്ചയായിട്ടും അത് നെഞ്ചുകൊണ്ട് ആലോചിക്കാൻ ബാധ്യതപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ആലോചിച്ചാൽ ആ ആലോചിക്കേണ്ട സമൂഹത്തിലെ നന്മയുള്ള മനുഷ്യരെല്ലാം അത്തരം ആലോചനയിൽ പങ്കുചേർന്നാൽ ജനാധിപത്യത്തിൽ ഉത്തരം കിട്ടാത്തതൊന്നുമില്ല, അല്ലെങ്കിൽ അസാധ്യമായ ഒന്നുമില്ല. ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എല്ലാത്തിനും ഉത്തരമുണ്ട് എന്നതാണ്, എല്ലാത്തിനും സാധ്യതയുണ്ട് എന്നതാണ്. പക്ഷെ ആ സാധ്യതയ്ക്ക് വേണ്ട ഒരു കൂട്ടായ്മയുണ്ട്. അതുണ്ടെങ്കിലേ അസാധ്യമെന്ന് തോന്നുന്നത് സാധ്യമായി തീരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞിട്ട് 100 വർഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 25ാം പാർട്ടി കോൺഗ്രസ്സാണ് നടക്കുന്നത്. 100 വർഷം എത്തിയ ഒരു മനുഷ്യൻ മരിക്കേണ്ട പ്രായത്തിലോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ കിടപ്പിലാകുന്ന തരത്തിലോ ഉള്ളയാളായി. പക്ഷെ ഒരു പ്രസ്ഥാനത്തിന് 100 വയസ്സെത്തുമ്പോൾ ആ പ്രസ്ഥാനത്തിന് യൗവനം വയ്ക്കണം. അതിൻ്റെ ആരോഗ്യം സമ്പൂർണ്ണമാവണം. അത് രോഗാവസ്ഥയിൽ നിന്നും ബാല്യാവസ്ഥയിൽ നിന്നും കടന്നു കയറി യൗവനാവസ്ഥ, നിത്യ യൗവനാവസ്ഥ സ്വീകരിക്കണം. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു യൗവനാവസ്ഥ ഇവിടത്തെ ഇടതുപക്ഷങ്ങൾക്ക് മാത്രമല്ല, ലോകത്ത് കിട്ടുന്നില്ല? അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും പല പല തർക്കങ്ങളിലൂടെ പല പല പിളർപ്പിനെ നേരിടേണ്ടി വരും. ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും അത് നേരിടേണ്ടി വരും. സത്യത്തിൽ അത്തരം പിളർപ്പുകളെ അതിജീവിക്കാൻ കഴിയുന്ന ഒരു വലതുപക്ഷ സ്വഭാവം വർഗീയത കൈവരിച്ചു. അതെല്ലാ വർഗീയതയും കൈവരിച്ചു. അത് പാകിസ്ഥാനിലെ വർഗീയതയും ഇന്ത്യയിലെ വർഗീയതയും അമേരിക്കയിലെ വർഗീയതയും ജർമ്മനിയിലെ വർഗീയതയും ജപ്പാനിലെ വർഗീയതയും എല്ലാം കൈവരിച്ചു. ഇതെന്തുകൊണ്ടാണെന്ന് ലോകത്തിലെ ഗവേഷകർ ചിന്തിക്കുന്നുണ്ട്, അർത്ഥവത്തായി ചിന്തിക്കുന്നുണ്ട്. ആ അർത്ഥവത്തായി ചിന്തിക്കുന്നതിൻ്റെ എല്ലാം ഒരു പൊതുയോഗത്തിൽ നിങ്ങളോട് പറയാനല്ല ഞാനിവിടെ തരുന്നു. എന്നാൽ ഈ 100 വർഷം എത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിലെ മനുഷ്യന് സംഭാവന ചെയ്ത ത്യാഗത്തിന്റെ ഓർമ്മകളുണ്ട്.
പോരാട്ടത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പ്രാണൻ കൊടുത്തതിന്റെയും ഒരു മനുഷ്യന് കേട്ടാൽ രോമാഞ്ചം ഉണ്ടാകുന്ന സംഭവമാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ താഴോട്ട് പോയി. നമ്മൾ ജനിച്ച ആണ്ടിൽ ജനിച്ച മറ്റൊരു സംഘടനയുണ്ട്, അത് RSS ആണ്. കൃത്യമായി പറഞ്ഞാൽ RSS നാഗ്പൂർ മധ്യേന്ത്യയുടെ തലസ്ഥാനമാണ്. നാഗ്പൂരിൽ ജനിച്ചു വീണതിന്റെ 88ാം ദിവസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാൺപൂരിൽ ജനിക്കുന്നത്. രണ്ടുപേരെയും പ്രസവിച്ചത് ഒരമ്മയാണ്, അത് കോൺഗ്രസ് എന്ന അമ്മയാണ്. രണ്ടുപേരും രണ്ടുപേരുടെ ആശയങ്ങളുമായി കിടന്നത് കോൺഗ്രസിന്റെ വയറ്റിലാണ്. അത് ചരിത്രത്തിൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പ്രധാന ശത്രുക്കൾ സഹോദരന്മാരായി. അത് ഇന്ത്യയിലും പാകിസ്ഥാനിലും തമ്മിലടിക്കുന്നവരും സഹോദരന്മാരായി. കുരുക്ഷേത്ര യുദ്ധത്തിൽ പാണ്ഡവരും കൗരവരും. വ്യാസൻ പണ്ടേ പറഞ്ഞു അവരും സഹോദരന്മാരാണ്. ലോകത്തിൽ എവിടെ സംഘർഷമുണ്ടോ ആ സംഘർഷത്തിൽപ്പെട്ടവരിൽ മഹാഭൂരിപക്ഷവും സഹോദരന്മാരായി. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജനിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത്, RSS ഇന്ത്യയിൽ ജനിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് ഒരു സാഹചര്യത്തിന്റെ പ്രത്യേകത ഉണ്ട്. ആ സാഹചര്യം ഒരുക്കിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് മഹാത്മാഗാന്ധിയാണ്. ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനമാണ്, ചരിത്രം പഠിക്കുന്നവർക്കറിയാം, 1855 ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അത് ആദ്യത്തെ ഇന്ത്യയിലെ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അത് കഴിഞ്ഞുണ്ടാവുന്നത് വലതുപക്ഷ സ്വഭാവമുള്ള ഹിന്ദു മഹാസഭയാണ്. അത് 2014 ഈ രണ്ട് പ്രസ്ഥാനം ഉണ്ടെങ്കിലും ആ പ്രസ്ഥാനങ്ങളെല്ലാം വലിയവരുടെ വീട്ടിലെ കിടപ്പുമുറിയിൽ മാത്രം ഉറങ്ങിയവരായി. അതിലൊരു കുറവ് വന്നപ്പോഴാണ് ദക്ഷിണാഫ്രിക്കയിൽ പോയി ഏറ്റവും പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി, അവരുടെ അന്തസ്സിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ മഹാത്മാഗാന്ധി, അദ്ദേഹം രാഷ്ട്രീയ ഗുരുവായി കണ്ട ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലെത്തുന്നത്. അപ്പൊ ഇന്ത്യയിലെത്തിയപ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് മഹാത്മാഗാന്ധിയോട് പറഞ്ഞത്, നിങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുക്കണം. അപ്പൊ മഹാത്മാഗാന്ധി നോക്കിയപ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു നിവേദക പ്രസ്ഥാനമാണ്. ബ്രിട്ടനിൽ പോയി പഠിച്ച് ഇംഗ്ലീഷ് അറിയാവുന്നവർ, ഇന്ത്യയിലെ രാജാക്കന്മാരുടെ ആതിഥ്യം സ്വീകരിക്കുന്നവർ, പ്രഭുക്കന്മാരുടെ വീട്ടിലുറങ്ങുന്നവർ, മതമേലധ്യക്ഷന്മാരെയും മത നേതാക്കന്മാരെയും കാണുന്നവർ, ബ്രിട്ടീഷുകാരോട് സൗഹൃദം പുലർത്തുന്നവർ. മൊത്തത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിലെ കൊട്ടാരം പോലുള്ള വീടുകളുടെ 3ാം നിലയിൽ മധുരമുള്ള ചായയും നല്ല സ്നാക്സും കഴിച്ച് ചിരിച്ച് പിരിയുന്ന വലിയവരുടെ ഒരു ചെറിയ സംഘടനയായിരുന്നു കോൺഗ്രസ്. മഹാത്മാഗാന്ധിക്ക് ഒരു തെറ്റിദ്ധാരണയും ഉണ്ടായിരുന്നില്ല. മഹാത്മാഗാന്ധി ധരിച്ചു, എവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, എവർക്ക് പ്രത്യേക സ്വാതന്ത്ര്യം വേണ്ട, എവർക്ക് ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാതന്ത്ര്യം വേണ്ടത് ഇന്ത്യൻ ജനതയ്ക്കാണ്. കർഷകനും കർഷക തൊഴിലാളിക്കും സാധാരണ മനുഷ്യനുമാണ് സ്വാതന്ത്ര്യം വേണ്ടത്. അതുകൊണ്ട് ഗാന്ധി ആദ്യം തീരുമാനിച്ചു ആ ജനതയെ കാണും, അവരിലേക്ക് ഇറങ്ങണം. അങ്ങനെയാണ് മഹാത്മാഗാന്ധി ട്രെയിനിന്റെ 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിൽ സഞ്ചരിക്കാൻ തീരുമാനിച്ചത്. കാരണം അവിടെ സാധാരണക്കാരനുണ്ട്. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇറങ്ങിച്ചെല്ലുമ്പോൾ അവൻ ഭയപ്പെടാതിരിക്കാൻ അവന്റെ വേഷം സ്വീകരിച്ചത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യന് കാലിൽ ചെരുപ്പില്ലാത്തത് കൊണ്ട് ഗാന്ധിയും ചെരുപ്പ് ഉപയോഗിച്ചു. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി. ആ മഹാത്മാഗാന്ധിയാണ് വളർന്നു. അന്ന് അദ്ദേഹം മഹാത്മാവൊന്നുമല്ല, അദ്ദേഹം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ്. അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള, ഈ രാജ്യത്ത് സാഹിത്യത്തിലും നോബൽ പ്രൈസ് കൊണ്ടുവന്ന രവീന്ദ്രനാഥ ടാഗോറാണ്. അദ്ദേഹമാണ് മഹാൻ എന്ന് വിളിച്ചത്.
മഹാത്മജി എന്ന് വിളിച്ചു. അത് അർത്ഥവത്തായിരുന്നു. ആ മഹാത്മാഗാന്ധി കർഷകരെയും കർഷക തൊഴിലാളിയെയും മതന്യൂനപക്ഷങ്ങളെയും സർവ്വസാധാരണ മനുഷ്യരെയും കോൺഗ്രസിലേക്ക് ചേർത്ത് അവർക്കുള്ളതാണ്, അവർക്ക് കിട്ടേണ്ടതാണ് സ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിഞ്ഞ് അവരുടെ പാർട്ടിയാക്കി കോൺഗ്രസിനെ മാറ്റാൻ തീരുമാനിച്ചു. ഈ സാധാരണ മനുഷ്യൻ കോൺഗ്രസിലേക്ക് വന്നാൽ, ഏത് പാർട്ടിയിലേക്ക് വന്നാലും സംവാദം ഉണ്ടാകും. സാധാരണ മനുഷ്യരില്ലെങ്കിൽ തർക്കങ്ങളുണ്ടാകും. തർക്കങ്ങളും സംവാദങ്ങളും രണ്ടാണ്. തർക്കമുണ്ടായാൽ അരാജകത്വത്തിലേക്ക് പോകും, സംവാദമുണ്ടായാൽ ജനാധിപത്യത്തിലേക്ക് പോകും. പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്നത് അരാജകത്വമാണ്. കാരണം അവിടെ ജനാധിപത്യമില്ല. ഇന്ത്യയിൽ ജനാധിപത്യം കുറഞ്ഞു വരുന്നുണ്ട്, എന്നാലും ജനാധിപത്യം ബാക്കിയുണ്ട്. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. ജനാധിപത്യം ഇല്ലെങ്കിൽ ഭീകരവാദം ഉണ്ടാവും, ജനാധിപത്യം ഉണ്ടെങ്കിൽ ഭീകരവാദത്തിന്റെ സാധ്യത കുറവാണ്. അപ്പൊ ലോകത്ത് ഒരുപാട് പാഠങ്ങളുണ്ട്. മഹാത്മാഗാന്ധി കോൺഗ്രസിനെ ജനാധിപത്യമുള്ള സംവാദമുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ തൊഴിലാളിയും കർഷകരും ഒക്കെ വന്നപ്പോൾ സ്വാഭാവികമായി ആ പാർട്ടിക്കകത്ത് വലതുപക്ഷവും ഉണ്ടായി, ഇടതുപക്ഷവും ഉണ്ടായി. കോൺഗ്രസിൽ ഇന്നുമുണ്ട് വലതുപക്ഷവും ഇടതുപക്ഷവും മതപക്ഷവും വർഗീയപക്ഷവും എല്ലാം ഇന്നുണ്ട്. അപ്പൊ ഇത് മഹാത്മാഗാന്ധിയുടെ കാലത്ത് ഉണ്ടായ കാലത്താണ് മഹാത്മാഗാന്ധി നാഗ്പൂർ കോൺഗ്രസ് നടത്തുന്നത്. അത് 1920-21. ആ നാഗ്പൂർ കോൺഗ്രസ് നടക്കുമ്പോൾ അതിന്റെ സ്വാഗത സംഘം ഉപാധ്യക്ഷനായിരുന്നയാളാണ് പിന്നെ RSS രൂപീകരിച്ച ഹെഡ്ഗവാർ. ഹെഡ്ഗവാർ ഒരു ചിത്പവൻ കോൺഗ്രസ്സുകാരനാണ്. ചിത്പവൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ബ്രാഹ്മിൻസിന്റെ പേരാണ്. ഈ കേരളത്തിൽ തന്നെ ബ്രാഹ്മിൻസിൽ പോറ്റിയുണ്ട്, നമ്പൂരിയുണ്ട്, പലരുണ്ട്. എന്നാൽ ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലുള്ള ബ്രാഹ്മിൺ വിഭാഗത്തിന്റെ പേര് ചിത്പവൻ ബ്രാഹ്മിൻസ് എന്നാണ്. അവർ ധരിക്കുന്നത് അവരാണ് ബ്രാഹ്മണരിൽ പവൻമാറ്റ് ബ്രാഹ്മണർ എന്നാണ്. പൂനെയിലും നാഗ്പൂരിലും ബോംബെയിലും ഉള്ള ബ്രാഹ്മിൻസ് ഈ വിഭാഗത്തിൽപ്പെട്ടയാണ്. ആ വിഭാഗത്തിൽപ്പെട്ട ഒരു ജന്മി കുടുംബത്തിൽ ജനിച്ച ഒരുപാട് സമ്പത്തുള്ള ഡോക്ടറായി പഠിച്ച് വിജയം നേടിയ ഒരാളാണ് ഡോക്ടർ ഹെഡ്ഗവാർ. അപ്പൊ ഹെഡ്ഗവാർ 21 കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം മുദ്രാവാക്യമായി കൊടുത്തു. ആ മുദ്രാവാക്യമാണ് ഇന്നും കോൺഗ്രസും BJPയും പ്രാണനെ പോലെ കൊണ്ടു നടക്കുന്നത്. ആ മുദ്രാവാക്യമാണ് ഹിന്ദു ഉണർന്നാൽ ഇന്ത്യ ഉണർന്നു എന്ന്. ആ മുദ്രാവാക്യം കയ്യിൽ കിട്ടിയപ്പോഴേ മഹാത്മാഗാന്ധി കയറിക്കളഞ്ഞു. ഇപ്പൊ കോൺഗ്രസിന് ഒരാൾ കയറിക്കളഞ്ഞാൽ എല്ലാവർക്കും കയറിക്കളയല്ല. അന്ന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കയറിക്കളഞ്ഞാൽ എല്ലാവരും കയറിക്കളയും. അപ്പൊ ആ മുദ്രാവാക്യം കയറിക്കളഞ്ഞപ്പോൾ ഈ ഡോക്ടർ ഹെഡ്ഗവാറിന്റെ മനസ്സിൽ നോവുണ്ട്. അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചു. ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഉള്ളിടത്തോളം കോൺഗ്രസ് സവർണരുടെ മാത്രം പ്രസ്ഥാനമായി ഇരിക്കുകയല്ല. അതുകൊണ്ട് അതിനെ കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ ഒന്നുകിൽ ഗാന്ധിയെ പുറത്താക്കണം, അല്ലെങ്കിൽ പുറത്തുപോയി വേറൊന്നുണ്ടാക്കണം. ഗാന്ധിയെ പുറത്താക്കാൻ അസാധ്യമാണ്. അപ്പൊ പിന്നെ സാധ്യമായത് ഒന്നേ ഉള്ളൂ, പുറത്തുപോയി ഒരു വലതുപക്ഷ സ്വഭാവമുള്ള, വർഗീയ സ്വഭാവമുള്ള ഒരു സംഘടന ഉണ്ടാക്കണം. അതിൽ അദ്ദേഹത്തിന് വലിയ പണ്ഡിതനായ, പുരാണത്തിലും ഇതിഹാസത്തിലും വേദത്തിലുമൊക്കെ വലിയ ജ്ഞാനമുള്ള ഒരാളുടെ സഹായം കിട്ടി. അയാളുടെ പേരാണ് ഡോക്ടർ മുൻജെ. അദ്ദേഹം ഹിറ്റ്ലറെ കണ്ടയാളാണ്, മുസോളിനിയെ കണ്ടയാളാണ്, ഫാസിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയ ആളാണ്. അദ്ദേഹമാണ് ഈ സംഘടന ഉണ്ടാക്കുന്നതിന് ഒരു താത്വികമായ അടിത്തറ നൽകിയത്. അങ്ങനെയാണ് 1925 സെപ്റ്റംബർ മാസം 28 RSS ഉണ്ടായി. ഈ സെപ്റ്റംബർ 28 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആ വർഷം സെപ്റ്റംബർ 28 ഇന്ത്യയിലെ വിജയദശമി ദിവസമായിരുന്നു.
വിജയദശമി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ പല മിത്തുകൾ ഹിന്ദു വിശ്വാസത്തിന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട ദിവസമാണ്. അതിലേറ്റവും പ്രമുഖമായ വിത്ത് രാമൻ കൊന്നു വിജയം ആഘോഷിച്ചു എന്നതാണ്. അതാണ് വിജയദശമി. ആ ദിവസം രാമനെ മുൻനിർത്തിയാണ് അവർ ജനിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ 88-ാം ദിവസം വലതുപക്ഷം പുറത്തുപോയി RSS ഉണ്ടാക്കിയപ്പോൾ കോൺഗ്രസിൽ ഇടതുപക്ഷം പുറത്തു വന്നിരുന്നു. അതെങ്ങനെയാണ്? To every action there is an equal and opposite reaction. ഇത് രണ്ടും കോൺഗ്രസിനകത്താണ് ഉണ്ടാകും. അപ്പൊ കോൺഗ്രസിനകത്ത് നിന്ന വലതുപക്ഷം, വർഗീയപക്ഷം പുറത്തുപോയി RSS ആണ്. മൊത്തം വലതുപക്ഷം പോയില്ല. മുതലാളിത്ത പക്ഷം അപ്പോഴും കോൺഗ്രസിനകത്ത് തന്നെ. കോൺഗ്രസിന് ഇടതുപക്ഷത്തിലൊരു പങ്ക്, അത് മൊത്തം ഇടതുപക്ഷമൊന്നും പോയില്ല, ഇടതുപക്ഷത്തിലൊരു പങ്ക് തൊഴിലാളിക്കും കർഷകനും വേണ്ടി വാദിച്ചവർ, സാധാരണക്കാരന്റെ വേദന പരിഹരിക്കാൻ മോഹിച്ചവർ, അവർ പുറത്തുപോയി കാൺപൂരിൽ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. വലതുപക്ഷത്തിന്റെ മുതലാളിത്ത ഭാഗം അപ്പോഴും കോൺഗ്രസിനകത്തുണ്ടായിരുന്നു, ഇടതുപക്ഷത്തിന്റെ സോഷ്യലിസ്റ്റ് ഭാഗം അപ്പോഴും കോൺഗ്രസിലുണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് എല്ലാ കാലത്തും വലതുപക്ഷവും ഉണ്ട്, ഇടതുപക്ഷവും ഉണ്ട്, മതപക്ഷവും ഉണ്ട്, മതേതരപക്ഷവും ഉണ്ട്, ജാതിപക്ഷവും ഉണ്ട്, സോഷ്യലിസ്റ്റ് പക്ഷവും ഉണ്ട്, എല്ലാ പക്ഷവും ഉണ്ട്. കോൺഗ്രസ് ഒരു മിശ്രിതമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനോടുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ എല്ലാ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ പാർട്ടികൾക്കും ഒരു കൺഫ്യൂഷൻ. അത് മധുരയിൽ കൂടിയപ്പോൾ CPM-നുണ്ട്, കഴിഞ്ഞതിന് പിന്നെ വിജയവാഡയിൽ കൂടിയപ്പോൾ CPI-ക്കുണ്ട്, ഇപ്പൊ ചണ്ഡീഗഡിൽ കൂടുമ്പോഴും അതുണ്ടാവും. കാരണം ഈ മഹാത്മാഗാന്ധി കാണിച്ചു തന്നൊരു വഴിയുണ്ട്. മഹാത്മാഗാന്ധി RSS ഉണ്ടായപ്പോൾ RSS നേരിട്ട് എതിർക്കാനൊന്നും പോയില്ല. RSS മുന്നോട്ട് വെച്ചത് രാമനെയാണ്, മഹാത്മാഗാന്ധിയും മുന്നോട്ട് വെച്ചത് രാമനാണ്. രണ്ടും വ്യത്യസ്ത രാമന്മാരാണ്. BJP മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ RSS മുന്നോട്ട് വെച്ച രാമൻ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്ന രാമനാണ്. ഗാന്ധി മുന്നോട്ട് വെച്ച രാമൻ അഹിംസയ്ക്കും യുദ്ധമില്ലാത്തതിനും മനുഷ്യസ്നേഹിയുമായ രാമനാണ്. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാവും, അത് രാമന്റെ ആശയങ്ങളല്ല. മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളെല്ലാം ബുദ്ധന്റെ ആശയങ്ങൾ. അഹിംസ ബുദ്ധൻ തന്നതാണ്, ദണ്ഡി മാർച്ച് പോലുള്ള സമരം ബുദ്ധൻ തന്നതാണ്, ലളിത ജീവിതം ബുദ്ധൻ തന്നതാണ്, ഭിക്ഷ ചോദിക്കുന്നത് പോലെ മനുഷ്യനിൽ നിന്ന് തേടുക, അവരെ കൂടെ കൂട്ടുക ബുദ്ധൻ തന്നതാണ്. പക്ഷെ മഹാത്മാഗാന്ധി ഞാൻ ബുദ്ധനെയാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം കുഴഞ്ഞു പോയിരുന്നു. അതായത് മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു ഒരു നാട്ടിലെ ജനതയുടെ വളർച്ചയ്ക്കൊപ്പമാണ് അവരെ നയിക്കണമെങ്കിൽ കൂടെ നിൽക്കേണ്ടത്. അല്ലാതെ താൻ പറയുന്നതെല്ലാം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ ജനതയ്ക്ക് വളർച്ചയില്ലെങ്കിൽ അത് മനസ്സിലാകില്ല. ഇന്ത്യൻ ജനതയുടെ മനസ്സിലുള്ളത് ബുദ്ധനല്ല രാമനാണെന്ന്, പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ രാമനേ ഉള്ളൂ എന്ന് ഗാന്ധിക്ക് അറിയാമായിരുന്നു. ഗാന്ധി അതുകൊണ്ട് RSS-നെ തടയാൻ അവർ മുന്നോട്ട് വെച്ച രാമന് പകരം ഗാന്ധിയുടെ രാമനെ മുന്നോട്ട് വെച്ചു. അത് വിജയിച്ചു. ഗാന്ധി മരിക്കുമ്പോൾ ഇന്ത്യയിൽ RSS ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് ഗാന്ധിയുടെ രാഷ്ട്രീയം. അത് ജനങ്ങളുടെ രാഷ്ട്രീയമാണ്, ജനതയുടെ രാഷ്ട്രീയമാണ്. ആരെ എങ്ങനെ തടയണമെന്ന് ഇന്ത്യയിൽ കൃത്യതയോടെ മനസ്സിലാക്കിയ, ഒരുപക്ഷെ സമഗ്രമായി ഇന്ത്യയെ മനസ്സിലാക്കിയ ഒരേ ഒരു രാഷ്ട്രീയക്കാരൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി മരിച്ചതിന് ശേഷം ഉണ്ടായ സാഹചര്യങ്ങളിലാണ് RSS-ഉം BJP-യും വളർന്നത്. പ്രത്യേകിച്ച് നെഹ്റുവും കൂടെ മരിച്ചതിന് ശേഷമുള്ള സാഹചര്യത്തിലാണ് അവർക്ക് ചെറിയ വെച്ചത്, അവർ പറന്നത്, അവർ നടന്നത്. അപ്പൊ അവരെങ്ങനെ തടയും? നരേന്ദ്രമോദിയെ തോൽപ്പിക്കണമെങ്കിൽ, BJP-യെ തോൽപ്പിക്കണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. അത് കഴിയുന്നത് ഒരു പാർട്ടിക്കല്ല, ഒരു ജനതയ്ക്കാണ്. ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് ബ്രിട്ടീഷുകാരെ തോൽപ്പിക്കാൻ ഇവിടുത്തെ രാജാവിന് പറ്റുകയല്ല,
പ്രഭുവിനെ പറ്റിയല്ല, ഒട്ടും സൂട്ടുവിട്ട പഠിച്ചവനെ പറ്റിയല്ല ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാനും ഇന്ത്യൻ ജനതയ്ക്ക് കഴിയും. ജനതയുടെ വളർച്ചയ്ക്കൊപ്പം നിൽക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. അവരെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക എന്നത് മാത്രമേ ഒരു വഴിയുള്ളൂ. അത് ഗാന്ധി കാണിച്ചു തന്ന വഴിയാണ്. അതുകൊണ്ടാണ് ചിലരെങ്കിലും പറയുന്നത് ഇന്ത്യയിൽ മാർക്സും ഗാന്ധിയും ഒരിക്കൽ കൂടി എത്തണം, രണ്ടുപേരും കാണണം. മാർക്സ് ഈ വർഗീയത വളരുന്ന, വലതുപക്ഷം വളരുന്ന വഴി എങ്ങനെയാണെന്ന് തീയതി രേഖപ്പെടുത്തി തരും. ഗാന്ധി അതിന് സമരരൂപങ്ങൾ അങ്ങനെയും മറികടക്കാൻ. 100 വർഷം എത്തിയപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മനുഷ്യന് വേണ്ടി മരിച്ചത് കമ്മ്യൂണിസ്റ്റ്, പാവപ്പെട്ടവന്റെ കുടിലിൽ ജീവിച്ചത് കമ്മ്യൂണിസ്റ്റ്, അവൻ കുടിച്ച ഗ്ലാസ്സിൽ